അമേരിക്കയിലെ ദിവ്യകാരുണ്യ കോൺഗ്രസ് വേദിയിൽ സിറോ മലബാർ സഭയുടെ വളർച്ചയെ പ്രശംസിച്ച് ഉക്രൈൻ കത്തോലിക്ക ആർച്ച് ബിഷപ്പ് ബോറിസ് എ ഗുഡ്സിയാക്. ഇന്ത്യാനാപോളിസിലെ ലൂക്കാസ് ഓയിൽ സ്റ്റേഡിയത്തിൽ സിറോ മലബാർ ആരാധനാക്രമത്തിൽ നടന്ന പരിശുദ്ധ കുർബാനയ്ക്കിടെയായിരുന്നു ആർച്ച് ബിഷപ്പിന്റെ പരാമർശം. സിറോ മലബാർ സഭ അതിശയകരമായ സഭയാണെന്നും അനുദിനം വളരുന്ന സഭ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയിലാണ് കൂടുതലുള്ളതെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. We're accompanied today, we're welcomed by the Syro Malabar Church, an amazing church. It's growing. It's in the biggest country in the world in terms of population, the biggest democracy. Christians don't have it easy, so pray for our brothers and sisters in India. It's a beautiful church, 5 million people. 10,000 priests. Can you imagine that? But even more, brothers and sisters. ഏറ്റവും വലിയ പൗരസ്ത്യ സഭയായി കണക്കാക്കുന്നത് ഉക്രൈനിയൻ കത്തോലിക്ക സഭയാണെങ്കിലും സിറോ മലബാർ സഭ അതിവേഗം വളർന്ന് ഒന്നാമതായി തീരുമെന്നും ആർച്ച് ബിഷപ്പ് ഗുഡ്സിയാക് പറഞ്ഞു. ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന്റെ കീഴിൽ കത്തോലിക്കർ കടുത്ത പീഡനം നേടുന്നുവെന്നും സഭയുദ്ധത്തിന്റെ മുറിവുകൾ വഹിക്കുന്നതായും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. അമേരിക്കയിലെ ചിക്കാഗോ സെന്റ് തോമസ് സിറോ മലബാർ രൂപതയുടെ ബിഷപ്പ് മാർ ജോയ് ആലപ്പാട് വിശുദ്ധ കുർബാനയിൽ മുഖ്യ കാർമ്മികനായി. ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമായിരുന്നു ദിവ്യകാരുണ്യ പ്രദക്ഷിണം. ഇന്ത്യാനാപോളിസിലെ വീഥികളെ ഭക്തിയുടെ കൊടുമുടിയിലെത്തിച്ച പ്രദക്ഷിണത്തിൽ 10,000-കണക്കിന് വിശ്വാസികൾ അണിനിരന്നിരുന്നു. ഇന്ത്യാന കൺവെൻഷൻ സെന്ററിൽ നിന്ന് ഇന്ത്യാന യുദ്ധ സ്മാരകത്തിലേക്കായിരുന്നു ദിവ്യകാരുണ്യ ഘോഷയാത്ര കടന്നു പോകുമ്പോൾ സ്തുതിഗീതങ്ങളോടെ അതിൽ പങ്കുചേരാൻ ആബാലവൃദ്ധം കത്തോലിക്കരും തെരുവുകളിൽ നിരന്നു. വൈദികർ, ബിഷപ്പുമാർ, സെമിനാരിക്കാർ, അടുത്തിടെ ആദ്യ കുർബാന സ്വീകരിച്ച വലിയ സംഘം കുട്ടികൾ എന്നിവർ പ്രദക്ഷിണത്തിന് അകമ്പടിയേകി. 83 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് US ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്നത്.